ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു അടിപൊളി മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു 4 കിലോ മട്ടനാട്ടോ ഗായ്സ് മേടിച്ചേക്കാം. നമുക്കൊരു പരിപാടി ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കണം കേട്ടോ. ഇങ്ങനത്തെ പീസൊക്കെ ആയിട്ടാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. അപ്പം അത് നല്ല പോലെ കഴുകി വൃത്തിയാക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ മട്ടൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നല്ലപോലെ കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയിലടിച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മട്ടൻ നമുക്കിനി ഒരു കുക്കറിലോട്ട് മാറ്റാം കേട്ടോ. എല്ലാ മട്ടനും വെള്ളം ഒന്ന് നല്ലപോലെ ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ മട്ടനിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പെരിഞ്ചീരകവും കുരുമുളക് പൊടിയും കൂടി മിക്സിയിൽ പൊടിച്ചത്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ, അതിൽ നിന്ന് 2-3 സ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല പോലെ കൈകൊണ്ട് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ. മട്ടനിലേക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആ മസാലയൊക്കെ ഒന്ന് ആവുന്ന രീതിയിൽ നല്ല പോലെ മിക്സ് ആക്കി കൊടുക്കണം. അപ്പം നമ്മുടെ മട്ടനിലേക്ക് മസാലയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൽ വെച്ചിട്ട് ഒരു 4-5 വിസിലടിച്ച് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി അടുത്ത പരിപാടി നമ്മുടെ ഉരുളിയിൽ ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സബോള വഴറ്റുന്നതിന് ആവശ്യത്തിന് നമ്മളൊരു 5-10 സബോളയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകമാണ്. പെരിഞ്ചീരകവും പച്ചമുളകും കറിവേപ്പിലയും 3 സ്പൂണ് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 10 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഇതുപോലെ അരിഞ്ഞു വെച്ചേക്കുന്ന സബോള ഒരു 10-12 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളൊരു 15 പേർക്കൊക്കെ ഉള്ള ഫുഡാണ് വെക്കുന്നത്, അപ്പോൾ അത്യാവശ്യം കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി ഈ സബോള ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സബോള 1-2 മിനിറ്റ് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ഓൾറെഡി നമ്മൾ മട്ടനിൽ ചേർത്തിട്ടുണ്ട്. ഇത് സബോളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഒന്ന് പകുതി മൂപ്പാവുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചേക്കുന്ന മിക്സില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ബാക്കി ഇതിലേക്ക് നമ്മളൊരു 2-3 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലയ്ക്ക്. നമ്മുടെ സബോള എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പിടുത്തം മല്ലിയിലും ചെറുതാക്കി അരിഞ്ഞത് പുതിനയിലും ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എടുക്കുന്ന അളവിൽ രീതിയിൽ ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ കൂടുതൽ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 2-3 തക്കാളി പുളിക്കനുസരിച്ച് നോക്കിയിട്ട് ഇതുപോലെ ചെറുതായി നീളനിൽ അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. തൈര് പുളി ഉള്ളതാണ്, ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിവിടെ അത്ര പുളി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മളൊരു പാക്കറ്റ് തൈര് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് പുളിക്കനുസരിച്ച് ബാക്കിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം തൈരും കൂടെ ചേർത്തിട്ട് എല്ലാം നല്ല പോലെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മട്ടനും കൂടെ അതിലെ ചാറും കൂടെ ഉള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണമെങ്കിൽ അടച്ചു വേവിക്കാം. എന്നിട്ട് തള വരുമ്പോൾ ഒന്ന് നിർത്തി കൊടുക്കാം. അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ബിരിയാണിക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മുന്തിരി നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അണ്ടിപ്പരിപ്പും കൂടെ നമ്മൾ ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും കൂടെ വറുത്തെടുക്കുന്നുണ്ട്. ആ നെയ്യിൽ തന്നെ ബാക്കി നമ്മുടെ ഗരം മസാലയുടെ കൂട്ടില്ലേ, പെരിഞ്ചീരകം, കറുവപ്പട്ട, കരയാമ്പൂ, ഏലക്കായ, അതും കൂടെ ഒന്ന് കുറച്ചീശ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അത് മൂത്ത് വരുമ്പോൾ ചെറുതാക്കി എരിഞ്ഞ് 2 ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ക്യാരറ്റ് ഒന്ന് മൂക്കുന്നത് വരെ വഴറ്റി കൊടുക്കണം. അതിലേക്ക് പിന്നെ ഒരു ചെറിയ ബൗള് മല്ലിയിലയും പുതിനയിലയും മിക്സ് ആക്കിയത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. അപ്പം മല്ലിയിലും പുതിനയിലും ഒന്ന് ചെറുതായി ഒന്ന് വഴണ്ടിട്ട് വരാം. അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റൊക്കെ റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ ഈ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ ചോറ് വേവിക്കാനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളത്തിൽ നമ്മൾ ഉപ്പും ഓയിലുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അതിലേക്ക് നമുക്ക് അരിയിട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ സബോളയും കൂടി വറുത്തെടുക്കണം കേട്ടോ, നമുക്ക് ബിരിയാണിക്കുള്ളത്. ചോറപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഊറ്റിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി ദമ്മിടുന്ന പരിപാടിയാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന മസാലയില്ലേ, അത് നമുക്ക് ഫസ്റ്റത്തെ ലെയറായിട്ട് ഇട്ട് കൊടുക്കണം.
എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ പരത്തിയിട്ടാണ് ഇട്ട് കൊടുക്കണേ കേട്ടോ. നമ്മൾ കുറച്ചധികം എടുത്തുകൊണ്ട് ഈ ഒരു വലിയ പാത്രത്തിലാണ് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഫസ്റ്റത്തെ ലെയർ നല്ല പോലെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ മീതെ ഒരു ലെയർ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന സബോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ക്യാരറ്റ്, മല്ലിയില, പിന്നെ പെരുംജീരകം, ആ മിക്സൊക്കെ ഇല്ലേ, അതാണ് പിന്നെ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ ലെയർ ചെയ്ത് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. രണ്ട് പാത്രത്തിലായിട്ടാണ് നമ്മൾ ദമ്മിട്ടുണ്ടായിരുന്നു. ഒന്ന് ഈ കലത്തിലും പിന്നെ ഒരു ബിരിയാണി പോട്ടിലും. അപ്പം അങ്ങനെ നമ്മൾ ദമ്മ് പൊട്ടിക്കലാണ് കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മൾ അടിപൊളി മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ.